വെൽക്കം ബാക്ക്. അങ്ങനെ ഞാനിപ്പോൾ ആലപ്പുഴ ലൈറ്റ് ഹൗസിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലൈറ്റ് ഹൗസ് ആണ്. 20 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കവാടമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിലൂടെ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് കയറാം. പരിസരമൊക്കെ നല്ല അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നിലത്തൊക്കെ ടൈൽസൊക്കെ വിരിച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ഇങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാകുന്നത്. നല്ല കോമ്പിനേഷൻ കളറാണ് അടിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. അകത്തോട്ട് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെരുപ്പുകൾ പുറത്തയച്ചിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെരുപ്പ് നനയാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. പുറത്ത് നല്ല ചൂടാണെങ്കിലും അകത്തോട്ട് കയറുമ്പോൾ ചെറിയ തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അകത്ത് ഇങ്ങനെ ചെറിയൊരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോണിപ്പടി കയറിയിട്ട് വേണം ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ. ഇത് പൂർണ്ണമായിട്ടും തേക്ക് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 163 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ലൈറ്റ് ഹൗസിന്. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ രണ്ടാമൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1860 തറക്കല്ലിട്ട് 1862 മാർച്ച് 28 ഇത് കമ്മീഷൻ ചെയ്തത്. വീതി അല്പം കുറവായതിനാലും കുത്തനെയുള്ള കോണിപ്പടി ആയതിനാലും കയറാൻ ഒരല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലേക്ക് എത്തുമ്പോൾ ഇതാണ് കാഴ്ച. ഒരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കോണി കൂടെ ഉണ്ട്. അത് നല്ല കുത്തനെയാണ് വെച്ചിരിക്കുന്നത്. അത് കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ. പ്രായമായ സ്ത്രീകൾക്കും ചെറിയ കുട്ടികൾക്കുമൊക്കെ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ വരുന്നവർ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനങ്ങനെ പതുക്കെ ഇതിനെ മുകളിലോട്ട് അങ്ങ് കയറി പോവുകയാണ്. കയറി കഴിയുന്ന സമയത്ത് ഈ കവാടത്തിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഇത് മനോഹരമായ കാഴ്ചയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ആലപ്പുഴ ബീച്ചിൻ്റെ സൗന്ദര്യം നമുക്ക് നല്ലപോലെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൂടാതെ ഒരുപാട് വ്യൂസും ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഞാൻ വന്ന വഴിയാണ് ആ കാണുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു സ്വിമ്മിംഗ് പൂളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്ക് മെല്ലെ പുറത്തോട്ട് ഇറങ്ങാം. പുറത്തോട്ട് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയ. ഇവിടെ നിന്ന് ഈ ചെറിയ ഒരു ഹോൾസ് മാതിരിയുള്ള കോണിപ്പടിയിലൂടെ വേണം താഴത്തേക്ക് ഇറങ്ങാൻ. വളരെ ശ്രമകരമായിട്ടല്ലാതെ ഇതിലൂടെ ഇറങ്ങാൻ വേണ്ടി പറ്റില്ല. എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ കൂടി ഞാൻ പതുക്കെ താഴോട്ടേക്ക് ഇറങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ കോണിപ്പടിയൊക്കെ ഇറങ്ങി താഴത്തേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ചരിത്ര പ്രാധാന്യമുള്ള ഇവിടുത്തെ മ്യൂസിയം ഒന്ന് കാണാം. മ്യൂസിയത്തിൻ്റെ ഡോർ തുറക്കുമ്പോൾ തന്നെ നേരെ മുമ്പിൽ കാണുന്നത് ഇങ്ങനെ ഒരു പച്ച മെഷീനാണ്. പണ്ട് വിളക്കുമാടം കറക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ ഉപകരണമാണിത്. പെഡസ്റ്റൽ ആൻഡ് ഡ്രൈവിംഗ് മെക്കാനിസം എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. കപ്പലുകൾക്ക് സിഗ്നൽ നൽകിയിരുന്ന ഒരു എയറോക്കൻ ലൈറ്റാണിത്. ചെറിയ ലൈറ്റുകൾ ചേർത്ത് വലിയ ഒരു ബീം ലൈറ്റ് പോലെയാണ് ഇതിപ്പോൾ ഉള്ളത്. ഇത് നമ്മൾ ആദ്യം കണ്ട പെഡസ്റ്റലിൻ്റെ മുകൾ ഭാഗമാണ്. ഇതിനെപ്പറ്റി എഴുതിയ ബോർഡൊക്കെ നമുക്കിവിടെ കാണാം. ബോർഡിൽ ആലപ്പുഴ എന്നാണ് എഴുതിയത്. തെറ്റിപ്പോയതായിരിക്കാം. അതുകൂടാതെ ഇവിടെ ചരിത്രപ്രധാനമായ ഒരുപാട് ഫോട്ടോകളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാം ലൈറ്റ് ഹൗസിൽ മുമ്പ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ്. ഒരുപാട് ഉപകരണങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും താഴെ പേര് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികളുമായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് ഇവിടെ ഉണ്ട്. ചെറുതാണെങ്കിലും അതിമനോഹരമാണ്. കുറച്ചു നേരം കുട്ടികൾക്ക് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ബായ്.